अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ഇന്ന് 14/11/2025 പ്രഭാതമുരളി. ബാബ कहते हैं, मीठे बच्चे, ऊंजते ऊंज पद पाना है तो याद की यात्रा में मस्त रहो, यही है रूहानी फांसी, बुद्धि अपने घर में लटकी रहे. ഇപ്പം ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നതിനായി നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ മുഴുകിയിരിക്കൂ. ഇത് തന്നെയാണ് ആത്മീയ തൂക്കുകയർ എന്ന് ബാബ പറയാം. ബുദ്ധി നമ്മളുടെ വീട്ടിൽ തൂക്കിയിടണമെന്ന് പറയാം. അതായത് ആത്മാക്കളുടെ വീടായ പരന്ധാമം അല്ലെ, ശാന്തിധാമത്തിൽ ആയിരിക്കണം നമ്മുടെ ബുദ്ധി. അതാണ് ബാബ പറയുന്നത്, ബുദ്ധി നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിട്ടുകൊണ്ടിരിക്കൂ. ഈ ബാബ ചോദ്യം ചോദിക്കുകയാണ്, ജിൻകി ബുദ്ധി മേം ജ്ഞാൻ കി ധാരണ നഹി ഹോത്തി ഹേ ഉൻകി നിശാനി ക്യാ ഹോഗി. ബാബ ചോദിക്കുകയാണ്, ആരുടെ ബുദ്ധിയിലാണോ ഈ ജ്ഞാനത്തിൻ്റെ ധാരണ ഇല്ലാത്തത്, അവരുടെ അടയാളം എന്തായിരിക്കും? ഇതാണ് ബാബയുടെ ചോദ്യം. എൻ്റെ ബാബ ഉത്തരം നൽകാണ്, വഹ് ചോട്ടി ചോട്ടി ബാത്തോ മേം നാരാസ് ഹോത്തെ രഹേംഗെ
അപ്പം അങ്ങനെയുള്ള കുട്ടികൾ എന്താണ്, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം അവർ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് ബാബ പറയാം. ജിസ്കി ബുദ്ധി മേം ജിത്ന ജ്ഞാൻ ധാരണ ഹോഗ ഉത്തിനി ഉസേ ഖുഷി രഹേഗി. ബാബ പറയാണ്, ആരുടെ ബുദ്ധിയിലാണോ ഈ ജ്ഞാനത്തിൻ്റെ ധാരണ നന്നായിട്ടുള്ളത്, അവരുടെ ബുദ്ധിയിൽ അവർക്ക് എങ്ങനെയാണ് സദാ അവർ വളരെ സന്തോഷത്തിലിരിക്കുന്ന ബാബ പറയാം. बुद्धि में अगर यह ज्ञान रहे कि अभी दुनिया को नीचे जाना ही है, इसमें नुकसान ही होना है, तो कभी रंज नहीं होंगे, सदा खुशी रहेगी. അപ്പോൾ ബാബ പറയാണ്, അതായത് ബുദ്ധിയിൽ നമ്മൾ ഈ ജ്ഞാനം എത്രമാത്രം ധാരണ ചെയ്യുന്നുവോ അത്രയും നമ്മൾക്ക് സന്തോഷം ഉണ്ടായിരിക്കുന്നു ബാബ പറയാം. ഇനി ബാബ പറയാണ്, ബുദ്ധിയിൽ ബാബ പറയാണ് ഈ ജ്ഞാനം, ബാബ പറയാണ് ഈ ജ്ഞാനത്തെ പ്രതി ഇങ്ങനെ ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു ലോകം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൽ നഷ്ടം മാത്രമേ ഇനി ഉണ്ടാകാനുള്ളൂ, അല്ലേ? വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ഇനി ലഭിക്കാനില്ല. ഈ ലോകം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാബ പറയണ എന്താണ്, ഇതിൽ നിന്ന് നഷ്ടം മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ബാബ പറയാണ്, അങ്ങനെ നമുക്ക് ബുദ്ധിയിൽ ഈ ജ്ഞാനം ഇരിക്കുന്നുണ്ടെങ്കിൽ ബാബ പറയുന്നത് പിന്നെ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല എന്ന് ബാബ പറയാ, സദാ സന്തോഷത്തിലിരിക്കും. അപ്പോൾ ബാബ പറയണത്, ആരുടെ ബുദ്ധിയിലാണോ ഈ ജ്ഞാനം ധാരണയായിട്ടുള്ളത് അവർക്ക് എപ്പോഴും എങ്ങനെയാണ്, സദാ അവർക്ക് സന്തോഷമായിരിക്കുന്നു ബാബ പറയാം. പിന്നെ ബാബ പറയാണ്, ഇനി ഈ ഒരു കാര്യം, അതായത് ഈ ഒരു ലോകം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ ഇതിൽ നിന്നും നഷ്ടം മാത്രമേ ഇനി സംഭവിക്കുകയുള്ളൂ എന്ന ജ്ഞാനം ബുദ്ധിയിലുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ദേഷ്യപ്പെടുകയില്ല, സദാ വളരെ സന്തോഷത്തിലിരിക്കുന്ന ബാബ പറയാം. ഓം ശാന്തി. मीठे मीठे रूहानी बच्चों प्रति रूहानी बाप बैठ समझाता है. അതായത് മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛനിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ബച്ചേ സമജ്തേ ഹേ ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ കഹാ ജാത്താ ഹേ. അതായത് കുട്ടികൾക്കറിയാം, കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഉയർന്നതിലും ഉയർന്നത് ഭഗവാനെ തന്നെയാണ് പറയുക. ആത്മാക്കാ ബുദ്ധിയോഗ ഗർ കി തരഫ് ജാനാ ചാഹിയേ. ആത്മാക്കളുടെ ബുദ്ധിയോഗം എവിടേക്കാണ് പോകേണ്ടത്? ആത്മാക്കളുടെ വീടായ പരന്താമത്തിലേക്ക്, അവിടേക്കാണ് ബുദ്ധി പോകേണ്ടതെന്ന് ബാബ പറയാം. പരന്തോ ऐसा एक भी मनुष्य दुनिया में नहीं है जिसको यह बुद्धി में आता हो. അപ്പോൾ ബാബ പറയുന്നത്, പക്ഷേ ഈ ഒരു ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ പോലുമില്ല അവരുടെ ബുദ്ധിയിൽ ഈ ഒരു കാര്യം വരിക. അതായത് നമ്മൾ ആത്മാക്കളാണ്, ആത്മാക്കളുടെ വീട് പരന്താമമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ വരുന്ന ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിലില്ല എന്ന് ബാബ പറയാം. സന്യാസി ലോഗ് ഭി ബ്രഹ്മ കോ ഗർ നഹി സമജ്തേ വഹ് തോ കഹത്തെ ഹം ബ്രഹ്മ മേ ലീൻ ഹോ ജായേംഗെ തോ ഗർ തോടെ ഹി ഹുവ. അപ്പോൾ ഇത് സന്യാസിമാരുണ്ടല്ലോ, അവരും ഈ ബ്രഹ്മത്തെ അവര് വീടാണെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം അവരെന്താ മനസ്സിലാക്കുന്നത്? അവര് പറയുന്നത് ഞങ്ങൾ പോയി ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുമെന്നാണ്. അപ്പൊ ബാബ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് വീടാകില്ലല്ലോ. ലയിച്ചു ചേരുക, വീട്ടിൽ പോയി ലയിച്ചു ചേരില്ലല്ലോ, അപ്പൊ അത് വീടാകില്ല. ഗർമേ ടഹർന ഹോത്താഹേ. വീട് എന്തിനുള്ളതാണ്? താമസിക്കാനുള്ളതാണ്, അല്ലേ? അല്ലാതെ വീട്ടിൽ ലയിച്ചു ചേരുക അങ്ങനെയില്ല. അപ്പൊ ബ്രഹ്മത്തെ സന്യാസിമാര് മനസ്സിലാക്കുന്നത് ബ്രഹ്മത്തിൽ പോയി നമ്മൾ ആത്മാക്കൾ ലയിച്ചു ചേരുന്നാണ്. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് താമസിക്കാനുള്ള സ്ഥലമാണെന്ന് അവര് മനസ്സിലാക്കുന്നില്ല. തും ബച്ചോം കി ബുദ്ധി വഹാം രഹനി ചാഹിയെ. പക്ഷെ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളുടെ ബുദ്ധി അവിടെ ആയിരിക്കണം, അതായത് നമ്മുടെ സ്വീറ്റ് സൈലൻസ് ഹോമിലായിരിക്കണം. ജൈസെ കോയി ഫാസി പർ ചढ़ता है ना തും അബ് രുഹാനി ഫാസി പർ ചടേ ഹുയേ ഹോ. അതായത് ബാബ പറയുന്നത്, ചിലരൊക്കെ ഇങ്ങനെ തൂക്ക് കയറിലൊക്കെ തൂങ്ങുന്നുണ്ടല്ലോ, അതുപോലെ ബാബ പറയുന്നത് നിങ്ങളിപ്പോൾ ആത്മീയ തൂക്കുകയറിൽ തൂങ്ങിയിരിക്കുകയാണെന്ന് ബാബ പറയാം.
अंदर में है हमको ऊंजते ऊंज बाप आकर ഊഞ്ചത്തെ ഊഞ്ച് ഗർ ലേ ചലത്തെ ഹേ. അതായത് നമ്മൾക്ക് ഉള്ളിൽ അറിയാം, അതായത് നമ്മൾ കുട്ടികളെ ഉയർന്നതിലും ഉയർന്ന അച്ഛൻ വന്ന് നമ്മൾ കുട്ടികളെ ഉയർന്നതിലും ഉയർന്ന വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അബ് ഹംകോ ഗർ ജാനാ ഹേ. ഇപ്പൊ നമ്മൾക്ക് വീട്ടിലേക്ക് പോകണം. ഊഞ്ചത്തെ ഊഞ്ച് ബാബ ഹംകോ ഫിർ ഊഞ്ചത്തെ ഊഞ്ച് പദ് പ്രാപ്ത് കരാത്തെ ഹേ. ബാബ പറയാണ്, ഉയർന്നതിലും ഉയർന്ന ബാബ നമ്മൾ കുട്ടികൾക്ക് വീണ്ടും ഉയർന്നതിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ബാബ. രാവൺ രാജ്യമേം സബ് നീച്ച് ഹേ വഹ് ഊഞ്ച് യഹ് നീച്ച്. ബാബ പറയുന്നത്, രാവണ രാജ്യത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും വളരെയധികം അധപതിച്ചിരിക്കാന്ന് ബാബ പറയാ. അതായത് വഹ് ഊഞ്ച് യഹ് നീച്ച്, അവിടെയാണെങ്കിലോ ഉയർന്നിരിക്കും, ഇവിടെയാണെങ്കിലോ അധപതിച്ചിരിക്കാന്ന് ബാബ പറയാം. ഉനോംകോ ഊഞ്ച് കാ പതാ ഹി നഹി ഹേ. ബാബ പറയാണത്, ഈ രാവണ രാജ്യത്തിലുള്ളവരെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഉയർന്നവരെ പറ്റി അറിയുക പോലും ഇല്ലാന്ന് ബാബ പറയാം. ഊഞ്ച് വാലം കോബി നീച്ച് കാ പതാ നഹി രഹ്ന. ബാബ പറയുന്നത് അതുപോലെ ഉയർന്നിരിക്കുന്നവർക്കോ അവർക്ക് ഈ അധപതിച്ചവരെ കുറിച്ചും അറിയുകയില്ല. അബി തും സമജ്തേ ഹോ ഊഞ്ചത്തെ ഊഞ്ച് ഏക് ഭഗവാൻ കോ ഹി കഹാ ജാതാ ഹേ. ബാബ പറയുന്നത്, ഇപ്പോ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അതായത് ഉയർന്നതിലും ഉയർന്നത് ഒരു ഭഗവാനെ തന്നെയാണ് പറയുന്നത്. ബുദ്ധി ഊപ്പർമേം ചലി ജാതി ഹേ. ഭഗവാൻ എന്ന് പറയുമ്പോൾ ബുദ്ധി എവിടേക്കാ പോകുക? മുകളിലേക്കാണല്ലോ പോകുക. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്കറിയാം ഉയർന്നതിലും ഉയർന്നതെന്ന് പറയുന്നത് ഭഗവാനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ ബുദ്ധി മുകളിലേക്ക് പോകുന്നു അല്ലേ. വഹ് ഹേ ഹി പരന്താമേ രഹനെ വാല. ആ ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത്? പരന്താമത്തിലാണ് വസിക്കുന്നത്. യഹ് കോയി ബി നഹി സമജ്തേ ഹേ ഹം ആത്മായേം ബി വഹാം കി രഹനെ വാലി ഹേ. ബാബ പറയാണ്, ഇതും ആരും മനസ്സിലാക്കുന്നില്ല, നമ്മൾ ആത്മാക്കളും അവിടെ തന്നെ വസിക്കുന്നവരാണ്. ആ ഒരു കാര്യവും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. യഹാം ആത്തേ ഹേ സിർഫ് പാർട്ട് ബജാനെ. ബാബ പറയുന്നത്, ഇവിടെ വരുന്നത് എന്തിനാണ്? അതായത് ഈ സൃഷ്ടി നാടകത്തിലേക്ക് ആത്മാക്കൾ വരുന്നത് എന്തിനാണ്? കേവലം പാർട്ട് അഭിനയിക്കാനാണ് എന്ന് ബാബ പറയാം. യഹ് കോയി കെ ഖ്യാൽമേ നഹി രഹത്ത. ബാബ പറയുന്നത്, ഇത് ആരുടെയും ബുദ്ധിയിൽ ആരുടെയും ചിന്തയിൽ ഇത് വരുന്നില്ല എന്ന് ബാബ പറയാണ്. അപ്നേ ഹി ദന്തേ ദോരീമേം ലഗേ രഹത്തേ ഹേ. എല്ലാവരും അവരവരുടെ ജോലികളിൽ അങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ്, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുടെയും ചിന്തയിൽ വരുന്നില്ല. अब बाप समझाते हैं ऊंजते ऊंज तब बनेंगे जब याद की यात्रा में मस्त रहेंगे. അപ്പം ബാബ മനസ്സിലാക്കി തരാണ് കുട്ടികൾക്ക്, അതായത് കുട്ടികളെ നിങ്ങൾ ഉയർന്നതിലും ഉയർന്നതായിട്ട് എപ്പോഴാണ് മാറുക? അതായത് നിങ്ങൾ എപ്പോഴാണോ ഓർമ്മയുടെ യാത്രയിൽ മുഴുകിയിരിക്കുന്നത്. ബാബയുടെ ഓർമ്മയുടെ യാത്രയിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോഴാണ് ബാബ പറയുന്നത് നിങ്ങൾ ഉയർന്നതിലും ഉയർന്നതായിട്ട് മാറുന്നത്. യാദ് സേഹി ഊഞ്ച് പദ് പാനാഹേ. ഓർമ്മയിലൂടെ തന്നെയാണ് ഉയർന്ന പദവി നേടേണ്ടത് എന്ന് ബാബ പറയാ. നോളജ് ജോ തുംകോ സിക്കലായി ജാതി ഹേ വഹ് ഭൂൽനേക്കി നഹി ഹേ. ബാബ പറയുന്നത്, ഞാൻ എന്തൊരു ജ്ഞാനമാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് ഒരിക്കലും മറക്കാനുള്ളതല്ല എന്ന് ബാബ പറയാ. ചോട്ടെ ബച്ചേ ബി വർണ്ണൻ കരേങ്കെ. ചെറിയ കുട്ടികൾ പോലും ഇത് വർണ്ണിക്കുമെന്ന് ബാബ പറയാണ്. ബാക്കി യോഗ കി ബാത്ത് കോ ബച്ചേ നഹി സമझेंगे. പക്ഷെ യോഗത്തിന്റെ കാര്യം അത് ചെറിയ കുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാവുകയില്ല. പക്ഷെ ജ്ഞാനം ചെറിയ കുട്ടികൾ പോലും കേട്ടാൽ മതി, അവര് വരെ വർണ്ണിക്കുമെന്ന് ബാബ പറയാണ്. ബഹുത്ത് ബച്ചേ ഹേ ജോ യാദ് കി യാത്ര പൂരി രീതി സമझते നഹി ഹേ. അപ്പൊ ബാബ പറയുന്നത്, ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് ഈ ഓർമ്മയുടെ യാത്ര പൂർണ്ണമായും നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാണ്. ഹം കിത്തന ഊഞ്ചത്തെ ഊഞ്ച് ജാത്തേ ഹേ. നമ്മൾ എത്രയ്ക്കും ഉയർന്നതിലും ഉയർന്നതിലേക്കാണ് പോകുന്നത്.
മൂൽവദൻ, സൂക്ഷ്മവദൻ, സ്ഥൂൽവദൻ. 5 തത്വ യഹാം ഹേ. ബാബ പറയാണ് മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനം 3 ലോകങ്ങളാണല്ലോ. അതിൽ 5 തത്വങ്ങൾ ഇവിടെയാണ് അല്ലേ. ഈ സ്ഥൂലവദനത്തിലാണ് 5 തത്വങ്ങളുള്ളത് എന്ന് ബാബ പറയാം. സൂക്ഷ്മവദൻ മൂൽവദൻ മേം യഹ് നഹി ഹോത്തി. അതായത് ഈ 5 തത്വങ്ങൾ സൂക്ഷ്മവദനത്തിലും അതുപോലെ തന്നെ മൂലവദനത്തിലും 5 തത്വങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. യഹ് നോളേജ് ബാപ്പ് ഹി ദേത്തെ ഹേ, ഇസ്ലിയെ ഉൻകോ ജ്ഞാൻ കാ സാഗർ കഹാ ജാതാ ഹേ. ബാബ പറയുന്നത് ഈ ഒരു അറിവ്, ഈ ഒരു ജ്ഞാനം ബാബ തന്നെയാണ് തരുന്നത്. അതുകൊണ്ടാണ് ബാബയെ എന്ത് പറയുന്നത്? ജ്ഞാനത്തിൻ്റെ സാഗരൻ എന്നാണ് ബാബയെ പറയുന്നത്. മനുഷ്യ സമജ്തേ ഹേ ബഹുത് ശാസ്ത്ര ആദി പഠനാ ഹി ജ്ഞാൻ ഹേ. മനുഷ്യരെന്താ മനസ്സിലാക്കുന്നത്? ധാരാളം ശാസ്ത്രങ്ങളും മറ്റുമൊക്കെ പഠിക്കുക, അതാണ് ജ്ഞാനം എന്നാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത്. കിത്തന പൈസ കമാത്തേ ഹേ. ഇങ്ങനെ ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചിട്ട് എത്രമാത്രം പൈസയാണ് അവർ സമ്പാദിക്കുന്നത് എന്ന് ബാബ പറയാം. ശാസ്ത്ര പഠനേ വാലോംകോ കിത്തന മാൻ മിൽത്താ ഹേ. അതുമാത്രമല്ല, ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ എത്രമാത്രം ബഹുമാനമാണ് ലഭിക്കുന്നത്. പരന്തു അബ് തും സമജ്തേ ഹോ ഇസ്മേം കോയി ഊഞ്ചായി തോ ഹേ നഹി. ബാബ പറയാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഇതിൽ അങ്ങനെ മഹത്വമായിട്ടുള്ള യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടെന്ന് ബാബ പറയാം. ഊഞ്ചത്തെ ഊഞ്ച് തോഹേ ഹി ഏക് ഭഗവാൻ. ഉയർന്നതിലും ഉയർന്നത് ഒരു ഭഗവാൻ മാത്രമാണ്. ഉൻകെ ദ്വാര ഹം ഊഞ്ചത്തെ ഊഞ്ച് സ്വർഗമേം രാജ്യ കർണേ വാലേ ബൻതേ ഹേ. ബാബ പറയുന്നത് ആ ഭഗവാനിലൂടെയാണ് നമ്മൾ ഉയർന്നതിലും ഉയർന്ന സ്വർഗത്തിൽ രാജ്യപദവി പ്രാപ്തമാക്കുന്നത് അല്ലേ. രാജ്യം ഭരിക്കുന്നവരായിട്ട് നമ്മൾ സ്വർഗത്തിൽ രാജ്യം ഭരിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത് ഭഗവാനിലൂടെയാണ്. അതാ ബാബ പറയുന്നത്. സ്വർഗ ക്യാഹേ നരക ക്യാഹേ. അതായത് സ്വർഗം എന്താണ്, നരകം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. 84 കാ ചക്ര കൈസേ ഫിർത്താ ഹേ. അതുപോലെ 84ന്റെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. യഹ് സിവായി തുമാരെ ഇസ് സൃഷ്ടി മേ കോയി ബി നഹി ജാൻതേ ഹേ കഹ് ദേത്തേ ഹേ യഹ് സബ് കൽപ്പന ഹേ. ബാബ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുട്ടികളെ കൂടാതെ ഈ സൃഷ്ടിയിൽ വേറെ ആരും തന്നെ അറിയുന്നില്ല. അതായത് സ്വർഗം എന്താണ്, നരകം എന്താണ്, അതുപോലെ 84 ജന്മങ്ങളുടെ ചക്രത്തിൻ്റെ രഹസ്യവും ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ ഇതറിയുള്ളൂ. നിങ്ങൾ കുട്ടികളെ കൂടാതെ വേറെ ആർക്കും ഈ ലോകത്തിൽ ഇത് അറിയില്ല എന്ന് ബാബ പറയാം. അപ്പം അവരെന്താണ് പറയുന്നത്? ഇതെല്ലാം കൽപ്പനകളാണെന്ന് പറയും. ऐसे के लिए समझना है यह हमारे कुल का नहीं है. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രതി നമ്മൾ മനസ്സിലാക്കണം, ഇവർ നമ്മുടെ കുലത്തിലേതല്ല. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇതെല്ലാം കൽപ്പനകളാണ്, ഇതെല്ലാം ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് നെയ്യുന്നതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവർ നമ്മുടെ കുലത്തിലേതല്ല. ദിൽ ശികസ്ത് നെഹി ഹോനാ ചാഹിയേ. ബാബ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അതിൽ ഹൃദയ നൈരാശ്യമൊന്നും വരേണ്ട കാര്യമില്ല. സമജാ ജാത്താ ഹേ ഇൻകാ പാർട്ട് നെഹി ഹേ തോ കുച്ച് ബി സമജ് നെഹി സക്കേങ്കെ. നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുക, അതായത് ഇവർക്ക് ഇതിൽ പാർട്ടില്ല, അതുകൊണ്ടാണ് ഇവർക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് അല്ലേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കേൾക്കുന്നവരത് അംഗീകരിക്കാതെ അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ വിഷമമൊന്നും തോന്നേണ്ടെന്ന് ബാബ പറയാം. കാരണം അവരെ പാർട്ടിലുണ്ടായിരിക്കില്ല. പാർട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യും അല്ലേ. ബാബ പറയുന്നത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇവരുടെ പാർട്ടിൽ അത് ഇല്ല, അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അബി തും ബച്ചോം കാ സിർ ബഹുത് ഊഞ്ച് ഹേ. ബാബ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ നല്ല തല ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് എന്ന് ബാബ പറയാം. ജബ് തും ഊഞ്ച് ദുനിയാ മേ ഹോങ്കെ തോ നീച്ച് ദുനിയാ കോ നഹി ജാനേങ്കെ.
എപ്പോഴാണോ നിങ്ങൾ ഉയർന്ന ആ ഒരു ലോകത്തിലിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈ താഴ്ന്ന ലോകം അല്ലേ, ഈ അധപതിച്ച ലോകത്തെ പറ്റി അറിയുകയില്ല. നീച്ച് ദുനിയാവാലേ ഫിർ ഊഞ്ച് ദുനിയാക്കോ നഹി ജാൻതെ. അതുപോലെ തന്നെ ബാബ പറയാണ്, അതുപോലെ നീചമായ ലോകത്ത് അല്ലെ, മോശമായ ലോകത്തിലുള്ളവർക്കാണെങ്കിലോ ഉയർന്ന ലോകത്തെക്കുറിച്ചും അറിയുന്നില്ല. ഉൻകോ കഹാഹി ജാത്താഹേ സ്വർഗ്. ഉയർന്ന ലോകത്തെ അല്ല എന്താ പറയാ, സ്വർഗം എന്നാ പറയാ. വിലായത്ത് വാലെ ബൽ സ്വർഗമേം ജാത്തേ നഹി ഹേ ഫിർ ബി നാം തോ ലേത്തെ ഹേ ഹെവൻ പാരഡൈസ് ധാം. അതായത് ബാബ പറയുന്നത്, ഈ വിദേശത്തുള്ളവരുണ്ടല്ലോ അവരൊരിക്കലും സ്വർഗത്തിലൊന്നും പോകില്ല. പക്ഷെ ബാബ പറയുന്നത് അവര് പേരൊക്കെ പറയുന്നുണ്ട്, അതായത് ഹെവൻ, പാരഡൈസ്, അതങ്ങനെയൊക്കെ പേരുകൾ അവർ പറയുന്നുണ്ട്. ബാബ പറയാണ് മുസൽമാൻ ലോഗ് ബി ബഹിഷ്ത് കഹത്തെ ഹേ. അതായത് ബാബ പറയുന്നത് മുസ്ലിം സമുദായക്കാരുണ്ടല്ലോ അവരും എന്താ പറയാ, ബഹിഷ്ത് എന്ന് പറയും അല്ലെ, അതും സ്വർഗത്തിന്റെ ഒരു പേരാണ്. പരന്തു യഹ് ഉൻകോ പത്താ നഹി ഹേ കി വഹാം കൈസേ ജാനാ ഹോത്താ ഹേ. പക്ഷെ ബാബ പറയുന്നത് ഇതൊന്നും അവർ പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അറിയില്ല അവിടെ എങ്ങനെയാണ് പോകുക, എങ്ങനെയാണ് അവിടേക്ക് പോകാൻ സാധിക്കുക. ആ കാര്യങ്ങളൊന്നും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കോ വിദേശത്തുള്ളവർക്കോ അറിയില്ല എന്ന് ബാബ പറയാം. അഭി തുംകോ കിത്നി സമജ് മിൽത്തി ഹേ ഊഞ്ചത്തെ ഊഞ്ച് ബാപ്പ് കിത്നി നോളജ് ദേത്തെ ഹേ. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം അറിവാണ് ലഭിച്ചിരിക്കുന്നത്. ഉയർന്നതിലും ഉയർന്ന അച്ഛൻ നമ്മൾ കുട്ടികൾക്ക് എത്രമാത്രം അറിവാണ് തരുന്നത്. യഹ് ഡ്രാമ കൈസ വണ്ടർഫുൾ ബനാ ഹുവാ ഹേ. ബാബ പറയുന്നത് ഈ ഡ്രാമ എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജോ ഡ്രാമ കെ രാസ് കോ നഹി ജാൻതെ വഹ് കൽപ്പന കഹ് ദേത്തെ ഹേ. ബാബ പറയുന്നത് ആരാണോ ഈ ഡ്രാമയുടെ രഹസ്യത്തെക്കുറിച്ച് അറിയാത്തത് അവരെന്താ പറയാ, ഇതെല്ലാം കൽപ്പനകളാണ് എന്ന് പറയും. തും ബച്ചെ ജാൻതേ ഹോ യഹ് തോ ഹേ ഹി പദീദ് ദുനിയ ഇസ്ലിയെ ചില്ലാത്തെ ഹേ ഹേ പദീദ് പാവൻ ആകർ ഹംകോ പാവൻ ബനാവോ. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്കറിയാം ഇപ്പോൾ ഈ ഒരു ലോകം അത് പതീത ലോകമാണ്, അതുകൊണ്ടാണ് ഇവിടെ നിലവിളിക്കുന്നത്. ബാബയെ വിളിക്കുന്നുണ്ടല്ലോ, പതീത പാവന വരൂ, ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നതും എന്തുകൊണ്ടാണ്, ഈ ലോകം വളരെയധികം പതീതമായിരിക്കുകയാണ്. ബാപ്പ് കഹത്തെ ഹേ ഹർ 5000 വർഷ ബാദ് ഹിസ്റ്ററി റിപ്പീറ്റ് ഹോത്തി ഹേ. ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, ഓരോ 5000 വർഷത്തിന് ശേഷവും ഈ ഒരു ചരിത്രം ആവർത്തിക്കും. പുരാനി ദുനിയാസോ നൈ ബൻതി ഹേ ഇസ്ലിയെ മുझे ആനാ പഡ്താ ഹേ. ബാബ പറയുന്നത് പഴയ ലോകത്തിൽ നിന്നും വീണ്ടും പുതിയതായിട്ട് മാറണം, അതുകൊണ്ട് ബാബയ്ക്ക് ഇവിടെ തീർച്ചയായിട്ടും വരണം. കാരണം പഴയ ലോകത്തെ മാറ്റി പുതിയതാക്കി മാറ്റുന്നത് ആരാണ്, ബാബയാണ്, ബാബയുടെ പാർട്ടാണത്. അപ്പോൾ ബാബ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ തീർച്ചയായിട്ടും വരണം. കൽപ്പ് കൽപ്പ് ആക്കർ തും ബച്ചോം കോ ഊഞ്ചത്തെ ഊഞ്ച് ബനാത്താ ഹോം. ബാബ പറയാണ്, കൽപ്പകൽപ്പം ഇവിടെ ഞാൻ വന്ന് നിങ്ങൾ കുട്ടികളെ ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നു. പാവൻ കോ ഊഞ്ച് ഓർ പതീത് കോ നീച്ച് കഹാ ജാത്താ ഹേ. ബാബ പറയുന്നത് പാവനമായവരെ ഉയർന്നതെന്നും പതീതമായവരെ അധപതിച്ചതെന്നും പറയും, നീചരെന്നും പറയും. യഹി ദുനിയ നയി പാവൻ ദി അബീതോ പതീത് ഹേ. ബാബ പറയാണ്, ഈ ഒരു ലോകം പുതിയതായിരുന്നു, പാവനമായിരുന്നു, ഇപ്പൊ നോക്കാണെങ്കിലോ പതീതമായിരിക്കുകയാണെന്ന് ബാബ പറയാണ്. യഹ് ബാത്തേം തുമാരേ മേം ബി നമ്പർ വാർ ഹേ ജോ സമജ്തേ ഹേ. ബാബ പറയുന്നത് ഈ കാര്യങ്ങളും ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളിൽ നമ്പർ വാർ ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജിൻകി ബുദ്ധി മേം യഹ് ബാത്തേ രഹത്തി ഹേ വഹ് സദാ കുശ് രഹത്തെ ഹേ. ബാബ പറയുന്നത് ആരുടെ ബുദ്ധിയിലാണോ ഈ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് അവർ എങ്ങനെയായിരിക്കും, അവർ സദാ സന്തോഷത്തിലായിരിക്കും അല്ലേ. ഈ ഡ്രാമയുടെ ബാബ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഡ്രാമയുടെ രഹസ്യം, ഈ ഒരു ജ്ഞാനം
ബുദ്ധിയിലിരിക്കുന്ന കുട്ടികൾ സദാ സന്തോഷത്തിലായിരിക്കും. ബുദ്ധിമേം നെഹി ഹേ തോ കോയിനെ കുച്ച് കഹാ കുച്ച് നുക്സാൻ ഹുവാ തോ രഞ്ജ് ഹോ ജാത്തേ ഹേ. ബാബ പറയാണ്, ഇനി അഥവാ ബുദ്ധിയിൽ ഇതൊന്നും ഇരിക്കുന്നില്ല എങ്കിൽ, ബാബ പറയുന്നത് ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ നഷ്ടമൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ ദേഷ്യപ്പെടുന്നു ബാബ പറയാ. ബാബ കഹത്തെ ഹേ അബ് ഇസ് നീച്ച് ദുനിയാ കാ അന്ത് ആനാ ഹേ. ഇപ്പം ബാബ പറയാണ്, ഇപ്പോൾ ഈ പഴയ ലോകം അല്ലെങ്കിൽ ഈ മോശമായ ലോകത്തിൻ്റെ അന്തിമം തീർച്ചയായിട്ടും ഉണ്ടാകണം. യഹ് ഹേ പുരാനി ദുനിയ, ഇത് പഴയ ലോകമാണ്. മനുഷ്യ കിത്തന നീച്ച് ബൻ ജാത്തേ ഹേ. മനുഷ്യരെ നോക്കുകയാണെങ്കിൽ എത്രമാത്രമാണ് അവർ അധപതിച്ചിരിക്കുന്നത്, എത്രത്തോളം അവർ പതീതമായിരിക്കുകയാണെന്ന് ബാബ പറയാം. പരന്തു യഹ് കോയി സമജത്തെ തോടെ ഹി ഹേ കി ഹം നീച്ച് ദേ. പക്ഷെ ബാബ പറയുന്നത്, അതായത് ലോകം അത്രയും അധപതിച്ചിരിക്കുകയാണ്, മനുഷ്യരും അത്രയും പതീതമായിരിക്കുകയാണ്. പക്ഷെ ആരും ഇത് മനസ്സിലാക്കുന്നില്ല, ഞങ്ങൾ പതീതരാണ്. ആ കാര്യം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. ഭക്ത് ലോഗ് ഹമേശ സിർ ജുക്കാത്തെ ഹേ, നീജ് കെ ആകെ സിർ ജുക്കാന തോടെ ഹി ഹോത്താ ഹേ. ബാബ പറയാണ്, ഈ ഭക്തരുണ്ടല്ലോ അവര് എല്ലായ്പ്പോഴും തല കുമ്പിടും അല്ലേ. അപ്പം ബാബ പറയുന്നത്, നീചരായിട്ടുള്ളവരുടെ മുന്നിൽ ആരും തലകുനിക്കില്ല. പവിത്രക്കെ ആകെ സിർ ജുക്കാന ഹോത്തായി. പവിത്രമായിരിക്കുന്നവരുടെ മുന്നിലാണ്, ആ പവിത്രതയുടെ മുന്നിലാണ് തലകുമ്പിടുന്നത്. അല്ലാതെ ബാബ പറയുന്നത് പതീതമായിരിക്കുന്നവരുടെ മുന്നിലൊന്നും ആരും അങ്ങനെ തലകുമ്പിടില്ല എന്ന് ബാബ പറയാം. സത്യുഗമേം കബി ഏസാ നെഹി ഹോത്ത. സത്യയുഗത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടായില്ല അല്ലേ. അവിടെ തലകുമ്പിടുക അങ്ങനെയൊന്നുമില്ല, കാരണം അവിടെ എല്ലാവരും പവിത്രമാണല്ലോ. ഭക്ത് ലോഗ് ഹി ഏസാ കർത്തേ ഹേ. ഇവിടെ ഭക്തരാണ് അങ്ങനെ തലകുമ്പിടുന്നത് അല്ലേ. അവര് പവിത്രമായ ദേവീ ദേവതകളുടെ മുന്നിൽ പോയി തലകുമ്പിടും. എന്നിട്ട് പറയും, അങ്ങ് സർവഗുണസമ്പന്നനാണ്, ഞങ്ങൾ നീചനാണ്, പാപിയാണെന്നൊക്കെ പറയും. അപ്പം ബാബ പറയുന്നത് ഭക്തരാണ് തലകുമ്പിടുന്നത്. ബാപ്പ് തോ ഏസാ നെഹി കഹത്തെ സിർ ജുക്കാ കർ ചലോ. ബാബയും ഒരിക്കലും ഇങ്ങനെ പറയില്ല, നിങ്ങൾ തലകുമ്പിട്ട് നടക്കൂ എന്ന് ബാബ പറയാറുണ്ടോ? ഒരിക്കലും ബാബ പറയാറില്ല. യഹ് തോ പഠായി ഹേ. ബാബ പറയുന്നത് ഇത് പഠിപ്പാണ്. ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി മേം തും പഠ് രഹേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ ഈശ്വരീയ യൂണിവേഴ്സിറ്റി അവിടെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തോ കിത്തന നശാ രഹന ചാഹിയേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാത്രം ലഹരി ഉണ്ടായിരിക്കണം, അത്രയ്ക്കും ലഹരി ഉണ്ടായിരിക്കണ്ടേ എന്ന് ബാബ ചോദിക്കാം. സിർഫ് യൂണിവേഴ്സിറ്റി മേം നശാ രഹേ ഗർമേം ഉദർ ജായേ ഐസാ നെഹി. ബാബ പറയുന്നത് കേവലം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കുക, പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ ആ ലഹരി താഴുക, അങ്ങനെയാകാൻ പാടില്ല എന്ന് ബാബ പറയാ. ഗർമേം നശ രഹന ചാഹിയെ. നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് അതേ ലഹരി തന്നെ ഉണ്ടായിരിക്കണം. യഹാന്തോ തും ബച്ചേ ജാൻതേ ഹോ ശിവബാബ ഹംകോ പഠാത്തേ ഹേ. ഇവിടെ നമ്മൾ കുട്ടികൾക്കറിയാം ശിവബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യഹ് തോ കഹത്തെ ഹേ കി മേ തോടെ ഹി ഗ്യാൻ സാഗർ ഹോം. ബാബ പറയാണ്, ഈ ബ്രഹ്മബാബ ഒരിക്കലും പറയില്ല, അതായത് ഞാൻ ജ്ഞാനസാഗരനാണ് എന്ന് അല്ലേ. ബാബ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. യഹ് ബാബാബി ഗ്യാൻ കാ സാഗർ നെഹി ഹേ. അതായത് ബ്രഹ്മബാബ ജ്ഞാനത്തിന്റെ സാഗരനല്ല. സാഗർ സെ നദി നിക്കൽത്തേ ഹേന. അതായത് സാഗരത്തിൽ നിന്നും നദി ഉത്ഭവിക്കുമല്ലോ. സാഗർ തോ ഏക് ഹേ, ബ്രഹ്മപുത്ര സബ്സെ ബഡി നദി ഹേ. ബാബ പറയുന്നത് സാഗരം ഒന്നേയുള്ളൂ, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഏറ്റവും വലിയ നദിയാണെന്ന് ബാബ പറയാ. ബഹുത് ബഡേ സ്റ്റീമേഴ്സ് ആത്തേ ഹേ. അതില് വലിയ കപ്പലുകളൊക്കെ വരും, കാരണം അത്രയ്ക്കും വലിയ നദിയാണെന്ന് ബാബ പറയാം. നദിയാം തോ ബാഹർ ബി ബഹുത്ത് ഹേ. പുറത്തും നദികളൊക്കെ ധാരാളമുണ്ട്. പതീത് പാവനി ഗംഗ യഹ് സിർഫ് യഹാം ഹി കഹത്തെ ഹേ. ബാബ പറയുന്നത് ഈ ഭാരതത്തിൽ മാത്രമാണ് പതീത പാവനി ഗംഗ എന്ന് പറയുന്നത്. പുറമേയും ധാരാളം നദികളൊക്കെയുണ്ട്,
പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ പറയില്ല അല്ലെ. പതീത പാവനി ഗംഗ അല്ലെങ്കിൽ പതീത പാവനി എന്ന് പറഞ്ഞിട്ട് ഇന്ന ഒരു നദിയുടെ പേരോ ഒന്നും അവിടെ പറയുന്നില്ല. അവിടെയും നദികളൊക്കെയുണ്ട്, പക്ഷെ അതിവിടെ മാത്രമേ പറയുന്നുള്ളൂ പതീത പാവനി ഗംഗ എന്നുള്ളത്. പതീത പാവനി നദി ഹേ ഫിർ തോ ഗുരു കി കോയി ദർക്കാർ നഹി. ബാബ പറയുന്നത് ഇപ്പൊ പതീത പാവനി ഗംഗയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നദിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഗുരുവിന്റെ ആവശ്യം? ഗുരുവിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ബാബ പറയാം. നദിയോമേം തലാവുമേം കിത്തന ഭട്ടക്തേ ഹേ. അതായത് ഈ നദികളിലും അതുപോലെ തന്നെ തടാകങ്ങളിലൊക്കെ എത്രയാണ് അലയുന്നത് അല്ലെ. ഭക്തി മാർഗത്തില് ആളുകൾ അത്രയ്ക്കും അലയുകയാണ്. കഹാം തോ തലാവ് ഏസാ ഗന്ധേ ഹോത്തേ ഹേ ബാത്ത് മത്ത് പൂച്ചോ. ബാബ പറയുന്നത് ചിലയിടത്ത് നോക്കുകയാണെങ്കിലോ ഈ തടാകങ്ങളിലൊക്കെ വളരെയധികം അഴുക്കാണ്. അത് കാര്യം ചോദിക്കേ വേണ്ട എന്ന് ബാബ പറയാ. അത്രയ്ക്കും അഴുക്ക് നിറഞ്ഞതാണെന്ന് പറയാ ബാബ. ഉസ്കി മിട്ടി ഉടാക്കർ രഗിർത്തേ ഹേ. ബാബ പറയാണ് അതിൽ നിന്നും മണ്ണൊക്കെ എടുത്ത് ദേഹത്തൊക്കെ പുരട്ടുന്ന ബാബ പറയാ. അബ് ബുദ്ധി മേം ആയാ ഹേ യഹ് സബ് നീച്ചെ ഉദർനെ കെ രാസ്തേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ വന്നിട്ടുണ്ട് ഈ എല്ലാ കാര്യങ്ങളും നമ്മളെ അധപതിക്കുന്നതിനുള്ള വഴികളാണ് എന്നുള്ള കാര്യം ബുദ്ധിയിൽ വന്നിട്ടുണ്ട്. വോ ലോക് കിത്തന പ്രേം സേ ജാത്തേ ഹേ. ഭക്തരാണെങ്കിലോ എത്രമാത്രം ഭാവനാപൂർവം പ്രേമപൂർവമാണ് അവർ പോകുന്നത്. അബ് തും സമജ്തേ ഹോ കി ഇസ് ഗ്യാൻ സേ ഹമാരി ആംഗേം ഹി കുൽ ഗയേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ജ്ഞാനത്തിലൂടെയാണ് നമ്മുടെ കണ്ണുകൾ തുറന്നത്. നമ്മളും അജ്ഞാന അന്ധകാരത്തിലായിരുന്നു അല്ലെ. ഭക്തിയും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും അജ്ഞതയുണ്ടായിരുന്ന കാരണം അത്രയും അന്ധവിശ്വാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാബ വന്ന ഈ ജ്ഞാനം തന്നപ്പോഴാണ് ഈ ജ്ഞാനത്തിലൂടെയാണ് നമ്മുടെ കണ്ണുകൾ തുറന്നതെന്ന് പറയ ബാബ. തുമാരി ഗ്യാൻ കി തീസരി ആങ്ക് കുലി ഹേ. ബാബ പറയുന്നത് നിങ്ങളുടെ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം തുറന്നു കഴിഞ്ഞു. ആത്മാക്കോ തീസരി നേത്ര മിൽത്താ ഹേ ഇസ്ലിയെ ത്രികാലദർശി കഹത്തെ ഹേ. ആത്മാവിന് മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ത്രികാലദർശി എന്ന് പറയുന്നത്. തീനോം കാലോം കാ ഗ്യാൻ ആത്മാമേം ആത്തേ ഹേ. ബാബ പറയുന്നത് ഈ 3 കാലങ്ങളുടെയും അറിവ് ആത്മാവിൽ തന്നെയാണ് വരുന്നത്. അതായത് അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ത്രികാലദർശി എന്ന് പറയുന്നത്. ആത്മാത്തോ ബിന്ദി ഹേ ഉസ്മേം നേത്ര കൈസേ ഹോഗ. ബാബ പറയുന്നത് ആത്മാവാണെങ്കിലോ ഒരു ബിന്ദു സ്വരൂപമാണല്ലോ, അതിലെങ്ങനെയാണ് ഈ കണ്ണുകൾ എങ്ങനെയൊക്കെ വരാനാണ് എന്ന് ബാബ ചോദിക്കുക. അപ്പൊ ഇവിടെ എന്താണ് ആത്മനേത്രമാണ് അല്ലെ, ജ്ഞാനത്തിന്റെ നേത്രമാണ്. ബാബ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ജ്ഞാൻ കെ തീസരെ നേത്രസേ തും ത്രികാലദർശി ത്രിലോകീനാഥ് ബൻതേ ഹോ. ബാബ പറയുന്നത് ജ്ഞാനത്തിന്റെ ഈ മൂന്നാമത്തെ നേത്രം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ത്രികാലദർശികളും ത്രിലോകിനാഥനുമായിട്ട് മാറിയത്. നാസ്തിക് സേ ആസ്തിക് ബൻ ജാത്തേ ഹേ. ബാബ പറയുന്നത് നിങ്ങൾ നാസ്തികരിൽ നിന്നും ആസ്തികരായിട്ട് മാറിയിരിക്കുന്നു. ആകെ തും രചയിത ഓർ രചനാക്കെ ആദി മധ്യ അന്ത് നെഹി ജാൻതേ ദേ. ബാബ പറയുന്നത് മുൻപൊക്കെ നിങ്ങൾക്ക് ഈ രചയിതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ രചനയുടെ ആദി മധ്യ അന്ത്യത്തിനെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. അബി ബാപ് ദ്വാര രചനാക്കെ ആദി മധ്യ അന്ത് ജാൻനെ സേ തുംകോ വർഷ മിൽ രഹാ ഹേ. ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾക്ക് ബാബയിലൂടെ ഈ രചനയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? ബാബയിൽ നിന്നും സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യഹ് നോളജ് ഹേന. ബാബ പറയുന്നത് ഇത് അറിവല്ലേ എന്ന് ബാബ ചോദിക്കാം. ഹിസ്റ്ററി ജോഗ്രഫി ബി ഹേ ഹിസാബ് കിതാബ് ഹേന. ഇതില് ഹിസ്റ്ററിയും ജോഗ്രഫിയും അല്ലെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഉണ്ട്, അതുപോലെ കണക്കുമുണ്ടെന്ന് ബാബ പറയാം. അച്ഛാ തീക്കാ ബച്ചാ ഹോ तो हिसाब करे हम कितने जन्म लेते हैं, इस हिसाब से और धर्म वालों को कितना जन्म होंगे. ബാബ പറയുന്നത് ചില കുട്ടികളുണ്ടാകും, കണക്കിലൊക്കെ വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അവർ ഈ കണക്കൊക്കെ എടുക്കും. അതായത് ഞങ്ങൾ എത്ര ജന്മമെടുത്തു,
ഈ കണക്കനുസരിച്ച് മറ്റു ധർമ്മത്തിലുള്ളവർ അവരെത്ര ജന്മമെടുത്തു, അങ്ങനെയൊക്കെ അവർ കണക്കെടുക്കുമെന്ന് ബാബ പറയാം. പരന്തു ബാപ്പ് कहते हैं इन सब बातों में ജാസ്തി മാതാ മാർനെ കി ദർക്കാർ നഹി ഹേ. ബാബ പറയുന്നത്, പക്ഷേ കുട്ടികളെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ അതിൽ നിങ്ങൾ അത്രയ്ക്കും അധികം നിങ്ങൾ തലയിട്ടുടയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല അല്ലേ. ഈ ജന്മങ്ങളെക്കുറിച്ചുള്ള കണക്കുകളും മറ്റു ധർമ്മത്തിലുള്ളവരുടെ എത്ര ജന്മമെടുത്തു എന്നുള്ള കണക്കുകൾ, ആ കണക്കുകളൊക്കെ നോക്കി തലയിട്ട് അടയ്ക്കുന്നതിൽ ഒരു ആവശ്യവുമില്ല എന്ന് ബാബ പറയാം. ടൈം വേസ്റ്റ് ഹോ ജായേഗ. ബാബ പറയുന്നത് അത് വെറുതെ സമയം പാഴാക്കലാണെന്ന് ബാബ പറയാം. യഹം തോ സബ് ബോൽന ഹേ. ഇവിടെയാണെങ്കിൽ നമുക്ക് എല്ലാം മറക്കണം. യഹ് സുനാനേക്ക് ദർക്കാർ നഹി. ഇതൊന്നും നിങ്ങൾ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ബാബ പറയാം. തും തോ രജത ബാപ്പ് കി പഹചാൻ ദേത്തെ ഹോ ജിസ്കോ കോയി ജാൻതേ നഹി. അപ്പോൾ ബാബ പറയാണ്, ആർക്കാണോ ബാബയെ അറിയാത്തത് അവർക്ക് നിങ്ങൾ ഈ രചയിതാവായ ബാബയുടെ പരിചയം കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെ, എത്ര ജന്മമെടുത്തു, മറ്റുള്ളവർക്ക് എത്ര ജന്മമുണ്ടെന്നുള്ളതൊന്നും കേൾപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ കേൾപ്പിക്കേണ്ടത് എന്തിനെ പറ്റിയിട്ടാണ്? ബാബയുടെ പരിചയം, രചയിതാവായ ബാബയുടെ പരിചയമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ശിവബാബ ഭാരത് മേം ഹി ആത്തേ ഹേ. ശിവബാബ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. സരൂർ കുച്ച് കർക്കെ ജാത്തേ ഹേ തബ് തോ ജയന്തി മനാത്തേ ഹേ നാ. ബാബ പറയുന്നത്, ആ തീർച്ചയായിട്ടും ബാബ വന്ന് എന്തോ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ ജയന്തി ആഘോഷിക്കുന്നത്. ഗാന്ധി അഥവാ കോയി സാധു ആദി ഹോക്കർ ഗയേ ഹേ ഉനോംകോ സ്റ്റാമ്പ് ബനാത്തേ രഹത്തെ ഹേ. ഇപ്പൊ ഗാന്ധിജിയെ നോക്കുകയാണെങ്കിലോ, ഗാന്ധിജി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഭാരതത്തിൽ അല്ലെ. അതുപോലെയുള്ള ചില സാധു സന്യാസിമാരുണ്ടാകും, അവരും ചില കാര്യങ്ങളെല്ലാം ചെയ്തു പോയവരുണ്ട്, അവരുടെയൊക്കെ സ്റ്റാമ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. ഫാമിലി പ്ലാനിങ് കി സ്റ്റാമ്പ് ബനാത്തേ ഹേ. അതുപോലെ ഫാമിലി പ്ലാനിങ് അതായത് കുടുംബാസൂത്രണത്തിന്റെ സ്റ്റാമ്പും ഉണ്ടാക്കുന്നുണ്ട്. അബി തുംകോ തോ നശാ ഹേ ഹം തോ പാണ്ഡവ് ഗവൺമെന്റ് ഹേ. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ലഹരി എന്താണ്? ഞങ്ങൾ പാണ്ഡവ ഗവൺമെന്റ് ആണ്. ഓൾമൈറ്റി ബാബാക്കി ഗവൺമെന്റ് ഹേ. അതായത് ശക്തിവാനായ സർവശക്തിവാനായ ബാബയുടെ ഗവൺമെന്റ് ആണ്. തുമാരാ യഹ് കോട്ട് ഓഫ് ആംസം ഹേ ഓർ കോയി ഇസ് കോട്ട് ഓഫ് ആംസ് കോ ജാൻതേ ഹി നഹി. ബാബ പറയുന്നത്, ഇത് നിങ്ങളുടെ അടയാളമാണ്, ഇത് വേറെ ആർക്കും ഇതിനെപ്പറ്റി അറിയുകയില്ല എന്ന് ബാബ പറയാം. തും സമജ്തേ ഹോ കി വിനാശ് കാലേ പ്രീത് ബുദ്ധി ഹമാരി ഹി ഹേ. ബാബ പറയണ, നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് വിനാശകാലത്ത് പ്രീതബുദ്ധി നമ്മളുടേത് തന്നെയാണ് അല്ലെ. നമ്മുടെ ബുദ്ധിയോഗം ഇപ്പം ആരുമായിട്ടാണ്? സ്വയം ഭഗവാനുമായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് വിനാശകാലം വിപരീതബുദ്ധി നിങ്ങൾ കുട്ടികളുടേത് തന്നെയാണ്. ബാപ്പ് കോ ഹം ബഹുത്ത് യാദ് കർത്തേ ഹേ. ബാബയെ നമ്മൾ ഒരുപാട് ഓർമ്മിക്കുന്നു. ബാപ്പ് കോ യാദ് കർത്തേ കർത്തേ പ്രേം മേം ആസു ആ ജാത്തേ ഹേ. ബാബ പറയാണ്, ബാബയെ നിങ്ങൾ ഓർമ്മിച്ച് നിങ്ങൾക്ക് പ്രേമത്താൽ കണ്ണുനീര് വരുന്നു എന്ന് ബാബ പറയാ. ബാബ ആപ്പ് ഹമേം ആദാ കൽപ്പ് കെ ലിയേ സബ് ദുഃഖോം സേ ദൂർ കർ ദേത്തെ ഹോ. അതായത് നമ്മളെ കുട്ടികൾ ഇങ്ങനെ പറയും, ബാബ അങ്ങ് ഞങ്ങളെ പകുതി കൽപ്പത്തിലേക്ക് ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദൂരെയാക്കിയിരിക്കുന്നു. ഓർ കോയി ഗുരു വ മിത്ര സംബന്ധി ആദി കിസ്കോബി യാദ് കർണേക്ക് ദർക്കാർ നഹി. ഇപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ വേറൊരു ഗുരുക്കന്മാരെയോ അതുപോലെ മിത്രസംബന്ധികളെയോ അങ്ങനെ ആരെയും ഇപ്പോൾ ഓർമ്മിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഏക് ബാപ്പ് കോഹി യാദ് കരോ. നിങ്ങൾ ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കൂ. സവേരക്ക ടൈം ബഹുത് അച്ചാ ഹേ. അതിരാവിലെയുള്ള സമയം വളരെ നല്ലതാണെന്ന് ബാബ പറയാം അല്ലേ. ബാബയെ ഓർമ്മിക്കാൻ വളരെ നല്ല സമയമാണ് രാവിലെയുള്ള സമയം. ബാബ ആപ്കി തോ ബഡി കമാൽ ഹേ. അപ്പൊ കുട്ടികൾ എന്താ പറയാ, ബാബ അങ്ങ് വളരെ അത്ഭുതമാണ്. ഹർ 5000 വർഷ ബാദ് ഹമേം ആപ്പ്
ജാഗ്തേ ഹോ. ബാബ പറയുന്നത് അതായത് ഓരോ 5000 വർഷത്തിന് ശേഷവും ബാബ വന്ന് നമ്മൾ കുട്ടികളെ ഉണർത്തുകയാണ്. സബി മനുഷ്യ മാത്ര കുംഭകർണ കി ആസുരി നീന്ത് മേം സോയേ ഹുയേ ഹേ അർത്ഥാത് അജ്ഞാൻ അന്ധേരമേം ഹേ. ബാബ പറയുന്നത് എല്ലാ മനുഷ്യരും കുംഭകർണന്റെ ആസുരീയ നിദ്രയിൽ ഉറങ്ങിയിരിക്കുകയാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അജ്ഞാന അന്ധകാരത്തിലാണ്. അതിനെയാണ് കുംഭകർണന്റെ ആസുരീയ നിദ്ര എന്ന് പറയുന്നത്. അജ്ഞാനമായ അന്ധകാരം അല്ലെ, അജ്ഞതയാണ്, ഒന്നിനെയും കുറിച്ചിട്ടുള്ള അറിവില്ല, അജ്ഞതയാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് അജ്ഞാന അന്ധകാരത്തിലാണ്. അഭി തും സമജ്തേ ഹോ ഭാരത് കാ പ്രാചീൻ योग तो यह है बाकी जो भी इतने हठयोग आदि सिखलाते हैं वह सभी है एक्सरसाइज शरीर को तंदुरुस्त रखने के लिए. ബാബ പറയാണ്, ഇപ്പം നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ പ്രാചീന യോഗം അത് ഇത് തന്നെയാണ്. ബാക്കി ഏതെല്ലാം ഹഠയോഗങ്ങളാണോ പഠിപ്പിക്കുന്നത് അതെല്ലാം എക്സസൈസ് ആണെന്ന് ബാബ പറയാ. ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് ബാക്കിയുള്ള ഹഠയോഗങ്ങളും എല്ലാം. ഇത് ബാബ പഠിപ്പിക്കുന്നതാണ് സത്യമായിട്ടുള്ള യോഗം, അതായത് രാജയോഗം, പ്രാചീന യോഗം എന്നൊക്കെ പറയില്ലേ, അത് ഇതാണെന്ന് ബാബ പറയാം. അഭി തുമാരി ബുദ്ധി മേം സാരാ ജ്ഞാൻ ഹേ തോ ഖുഷി രഹത്തി ഹേ. ഇപ്പം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനമുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. യഹാം ആത്തേ ഹോ സമജ്തേ ഹോ ബാബ റിഫ്രഷ് കർത്തേ ഹേ. കുട്ടികൾ പറയാണ്, അതായത് ഇവിടെ മധുബനിലേക്ക് വരുമ്പോൾ ബാബ റിഫ്രഷ് ചെയ്യിപ്പിക്കും. അതിനാണല്ലോ മധുബനിലേക്ക് നമ്മൾ പോകുന്നത്, റിഫ്രഷ് ചെയ്യാനായിട്ടാണ്. कोई तो यहाँ रिफ्रेश हो बाहर निकलते हैं वह नशा खलास हो जाता है. ബാബ പറയുന്നത് ചിലവരുണ്ട് ഇവിടെ വന്ന് നല്ല റിഫ്രഷ് ആകും, പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ലഹരിയെല്ലാം ഇല്ലാതാകുന്നു എന്ന് ബാബ പറയാ. നമ്പർ വാർ തോ ഹേന, നമ്പർ വാർ അല്ലേ എന്ന് ബാബ പറയാ. ബാബ സമജാത്തേ ഹേ യഹ് ഹേ പതീത് ദുനിയ. ബാബ മനസ്സിലാക്കി തരാണ് ഇത് പതീത ലോകമാണ്. बुलाते भी है पदीद पावन आवो परंतु अपने को पदीद समझते तोड़े ही है इसलिए പാപ് ധോനെ ജാത്തെ ഹേ. അതായത് വിളിക്കുന്നുണ്ടല്ലോ, പതീത പാവന വരൂ, ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് ഒരിക്കലും സ്വയത്തെ പതീതമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പാപം കഴുകാനൊക്കെ പോകുന്നത്. അവരെന്താ മനസ്സിലാക്കുന്നത്? ശരീരത്തിലാണ് പാപം. പാപം എന്താണ്? ശരീരത്തിലാണെന്ന് മനസ്സിലാക്കി ആ ശരീരത്തെ സ്നാനം ചെയ്യാനാണ്, ശരീരത്തെ കഴുകി വൃത്തിയാക്കി പാപം കളയാനാണ് പോകുന്നത്. പക്ഷെ ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പാപം എവിടെയാണ്? ആത്മാവിലാണ് പാപം അല്ലേ. പാപകർമ്മങ്ങൾ എന്ത് ചെയ്താലും അത് ആത്മാവിലാണ് രേഖപ്പെടുത്തുന്നത്. ബാപ് തോ ആക്കർ തുമേം പാവൻ ബനാത്തേ ഹേ ഓർ കഹത്തെ ഹേ മാമേകം യാദ് കരോ തോ തുമാരാ വികർമ്മ വിനാശ് ഹോങ്കെ. അപ്പം ബാബ വന്നിട്ടാണ് നമ്മളെ പാവനമാക്കി മാറ്റുന്നത്. നമ്മൾ ആത്മാക്കളെയാണ് ബാബ പാവനമാക്കി മാറ്റുന്നത്. എന്നിട്ട് ബാബ പറയും, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പരമാത്മാവായ എന്നെ ഓർമ്മിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മമെല്ലാം വിനാശമാകും. ഇത് ബാബ നമുക്ക് മനസ്സിലാക്കി തരാം. യഹ് ജ്ഞാൻ അഭി തുംകോ മിലാ ഹേ. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. ഭാരത് സ്വർഗദ അഭി നരക് ഹേ. ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോഴോ നരകമായി മാറിയിരിക്കുകയാണ്. തും ബച്ചേ തോ അഭി സംഗം പർ ഹോ. നിങ്ങൾ കുട്ടികൾ, ബാബ പറയാണ്, ഇപ്പോൾ എവിടെയാണ്? സംഗമയുഗത്തിലാണ്. കോയി വികാർ മേ ഗിർത്തെ ഹേ തോ ഫെയിൽ ഹോത്തെ ഹേ തോ ജൈസെ നരകമേം ജാക്കർ ഗിർ പടുത്തേ ഹേ. ബാബ പറയുന്നത് ചില കുട്ടികളുണ്ട് വികാരത്തിലേക്ക് വീണു പോകും, അപ്പം അവർ തോറ്റു പോകുമല്ലോ. അതായത് എങ്ങനെയാണോ നരകത്തിൽ പോയിട്ട് വീഴുന്നത് അതുപോലെ. ബാബ പറയാണ് 5 മൻസിൽ സേ ഗിർ പടുത്തേ ഹേ ഫിർ 100 ഗുണ സജ കാനി പടുത്തി ഹേ. ബാബ പറയുന്നത്
5 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ പോലെയാകും അല്ലേ. വികാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അധപതിച്ചു പോയി. അതാണ് ബാബ പറയുന്നത്. പിന്നെ 100 ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ബാബ പറയാണ്. तो बाप समझाते हैं कि भारत कितना ऊंचदा अब कितना नीच है. ബാബ പറയുന്നത് മനസ്സിലാക്കി തരാണ്, ഭാരതം എത്രമാത്രം ഉയർന്നതായിരുന്നു, ഇപ്പോൾ എത്രമാത്രം അധപതിച്ചിരിക്കുന്നു. അബ് തും കിത്തന സമജ്ദാർ ബൻതേ ഹോ. ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എത്രമാത്രം വിവേകശാലികളായിട്ട് മാറിയിരിക്കുന്നു. മനുഷ്യത്തോ കിത്തനെ ബേസമജ് ഹേ. മനുഷ്യരാണെങ്കിലോ എത്ര വിവേകശൂന്യരാണ്. അതിൽ നിന്നും ബാബ നമ്മൾ കുട്ടികളെ എന്താക്കി മാറ്റി? വിവേകശാലികളാക്കി മാറ്റി. ബാബ തുംകോ യഹാം കിത്തന നശ ചടാ നിക്കൽനെ സേ നശ കം ഹോ ജാത്താ ഹെ. കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ബാബ അത്രയും നിങ്ങൾ കുട്ടികളെ ലഹരി ഉണർത്താണ്. പിന്നീട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? ഈ ലഹരിയെല്ലാം കുറയുന്ന ബാബ പറയാ. ഖുഷി ഉഡ്ജാത്തി ഹെ. സന്തോഷവും നഷ്ടപ്പെടുന്നുണ്ട്. സ്റ്റുഡന്റ് കോയി ബഡാ ഇംതഹാൻ പാസ് കർത്തേ ഹേ തോ കബി നശ കം ഹോത്താ ഹേ ക്യാ. ബാബ പറയാണ്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അത് വലിയൊരു പരീക്ഷ പാസ്സായെന്ന് കരുതാം. അപ്പോൾ അവർക്ക് ആ ലഹരി എപ്പോഴെങ്കിലും കുറഞ്ഞു പോകുമോ? കാരണം ഇത്രയും വലിയ പരീക്ഷ പാസ്സായെന്നുള്ള ലഹരി അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ബാബ ചോദിക്കുകയാണത്, സ്റ്റുഡൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അവരുടെ ആ ഒരു ലഹരി കുറഞ്ഞു പോകുന്നുണ്ടോ? പഠിക്കർ പാസ് ഹോത്തേ ഹേ ഫിർ ക്യാ ക്യാ ബൻ ജാത്തേ ഹേ. ബാബ പറയുന്നത്, അവർ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെല്ലാമായിട്ടാണ് അവർ മാറുന്നത് അല്ലേ. വലിയ വലിയ പരീക്ഷകളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അത്രയ്ക്കും ഉയർന്ന പദവിയും കിട്ടും. അഭി ദേക്കോ ദുനിയാ കാ ക്യാ ഹാൽ ഹേ. ഇപ്പം ബാബ പറയുന്നത്, ഇപ്പം നിങ്ങൾ നോക്കൂ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുകയാണ്. തുംകോ ഊഞ്ച് ബാപ്പ് ആക്കർ പടാത്തേ ഹേ. നിങ്ങൾ കുട്ടികളെ ഉയർന്നതിലും ഉയർന്ന അച്ഛൻ വന്നിട്ടാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. സോബിഹേ നിരാകാർ. അതും ബാബ നിരാകാരനാണ്. തും ആത്മായേം ബി നിരാകാർ ഹോ. ബാബ പറയുന്നത്, നിങ്ങൾ ആത്മാക്കളും നിരാകാരരാണ്. യഹാം പാർട്ട് ബജാനെ ആയേ ഹോ. ബാബ പറയുന്നത്, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? പാർട്ട് അഭിനയിക്കാനാണ്. യഹ് ഡ്രാമ കാ രാസ് ബാപ്പ് ഹി ആക്കർ സമജാത്തേ ഹേ. ഈ ഡ്രാമയുടെ രഹസ്യം ബാബ തന്നെയാണ് വന്ന് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നത്. ഇസ് സൃഷ്ടി ചക്രക്കോ ഡ്രാമ ബി കഹാ ജാത്താ ഹേ. ബാബ പറയാണ്, ഈ സൃഷ്ടി ചക്രം ഉണ്ടല്ലോ അതിനെ ഡ്രാമ എന്നും പറയുന്നു. ഉസ് നാടക് മേം തോ കോയി ബീമാർ പടുത്തേ ഹേ തോ നിക്കൽ ജാത്തേ ഹേ. ഇപ്പം ബാബ പറയാണ്, ഈ പരിധിയുള്ള നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ ലോകത്തിൽ നമ്മൾ കാണുന്ന നാടകങ്ങൾ, അതിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അവരെ മാറ്റാൻ സാധിക്കും അല്ലേ. അവർക്ക് പകരം വേറെ ആളെ വെച്ചിട്ട് നാടകം കളിക്കാം അല്ലേ, അങ്ങനെ മാറ്റാൻ സാധിക്കും. പക്ഷെ ബാബ പറയുന്നത്, യഹ് ഹേ ബേഹദ് കാ നാടക്. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ഇതിൽ ഓരോ ആത്മാവിനും അവരവരുടേതായ പാർട്ടുണ്ട്. അത് അവരവർ തന്നെ അഭിനയിച്ചേ പറ്റൂ. അതാർക്കും മാറ്റാൻ സാധിക്കില്ല. അതാണ് ബാബ പറയുന്നത്, ഇത് പരിധിയില്ലാത്ത നാടകമാണ്. യഥാർത്ഥ രീതി തും ബച്ചോം കി ബുദ്ധി മേം ഹേ. തും ജാൻതേ ഹോ ഹം യഹാം പാർട്ട് ബജാനെ കെ ലിയേ ആത്തേ ഹേ. അപ്പം ബാബ പറയുന്നത്, ഇത് യഥാർത്ഥ രീതിയിൽ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ബാബ പറയുന്നത്, നിങ്ങൾക്കറിയാം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പാർട്ട് അഭിനയിക്കാനാണ്. ഹം ബേഹദ് കെ ആക്ടേഴ്സ് ഹേ. നമ്മൾ പരിധിയില്ലാത്ത അഭിനേതാക്കളാണെന്ന് ബാബ പറയാം. യഹാം ശരീർ ലേക്കർ പാർട്ട് ബജാത്തേ ഹേ. ബാബ ആയാ ഹുവാ ഹേ. യഹ് സബ് ബുദ്ധി മേ ഹോനാ ചാഹിയേ. അപ്പോൾ ബാബ പറയുന്നത്, ഇവിടെ നമ്മൾ ആത്മാക്കൾ വന്ന് ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നു. ബാബ വന്നിരിക്കുന്നു. ബാബ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബേഹദ് കാ ഡ്രാമ കിത്തന ബുദ്ധി മേം രഹനാ ചാഹിയേ. ബാബ പറയാണ്, ഈ പരിധിയില്ലാത്ത നാടകം എത്രത്തോളം നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, അത്രയും ഉണ്ടായിരിക്കണം നിങ്ങളുടെ ബുദ്ധിയിൽ ഈ പരിധിയില്ലാത്ത
നാടകത്തെക്കുറിച്ച്. ബേഹദ് വിശ്വ കി ബാദ്ഷാഹി മിൽത്തി ഹേ तो उसके लिए പുരുഷാർത്ഥ भी ऐसा अच्छा करना चाहिए ना. ബാബ പറയുന്നത് പരിധിയില്ലാത്ത വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല പുരുഷാർത്ഥവും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഗൃഹസ്ഥ വ്യവഹാരമേം ബി ബൽ രഹോ പരന്തു പവിത്ര ബനോ. ബാബ പറയാണ് നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നോളൂ, പക്ഷെ പവിത്രമായിട്ടിരിക്കൂ. വിലായത്ത് മേം ऐसे बहुत है जब बूढ़े होते हैं तो फिर कंपेनियनशिप के लिए शादी करते हैं, संभालने के लिए फिर विल करते हैं. ബാബ പറയുന്നത് വിദേശത്ത് ഇങ്ങനെ ധാരാളമുണ്ട്. അതായത് എപ്പോഴാണോ അവർക്ക് വാർദ്ധക്യം വരുന്നത് അല്ലെ, വയസ്സാകുന്നത്, അപ്പം അവർ വീണ്ടും ഒരു കമ്പാനിയൻ അല്ലെ, ഒരു കൂട്ടിന് വേണ്ടിയിട്ട് വീണ്ടും അവരൊരു കല്യാണമൊക്കെ കഴിക്കും. അപ്പം ബാബ പറയുന്നത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ വില്ലെഴുതി വെക്കുകയും ചെയ്യും. കുറച്ച് അവർക്കും കൊടുക്കും, കുറച്ച് ചാരിറ്റിക്കും കൊടുക്കുന്ന ബാബ പറയാം. വികാർ കി ബാത്ത് നഹി രഹത്തി. അതവിടെ വികാരത്തിൻ്റെ കാര്യമില്ല, അവിടെ ഒരു കൂട്ടാണ്. കാരണം പ്രായമായി വാർദ്ധക്യ അവസ്ഥയിലാണ്. അപ്പോൾ ഒരു സഹായത്തിന്, ഒരു കൂട്ടിന് എന്നുള്ള രീതിയിലാണ് അവിടെ വിവാഹം കഴിക്കുന്നത്. അല്ലാതെ അവിടെ വികാരത്തിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് ബാബ പറയാം. ആഷിഖ് മാഷിഖ് ബി വികാർ കെ ലിയെ ഫിദ നഹി ഹോത്തെ ഹെ. അതുപോലെ ബാബ പറയുന്നത് പ്രിയതമനും പ്രിയതമയും അവരും വികാരത്തിന് വേണ്ടിയിട്ടല്ല അവർ സമർപ്പണമാകുന്നത്. അവർ പരസ്പരം ആ ഭൗതികമായ സ്നേഹത്തിന് മുന്നിലാണ് അവർ സമർപ്പണമാകുന്നത്, അല്ലാതെ വികാരത്തിന് വേണ്ടിയിട്ടല്ല എന്ന് ബാബ പറയാം. തും ഹോ രുഹാനി ആഷിഖ് ഏക് മാഷുക്കോ യാദ് കർത്തേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ ആത്മീയ പ്രിയതമമാരാണ്, ഒരേ ഒരു പ്രിയതമനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ് ആഷിക്കോം കാ ഏക് മാഷുഖ് ഹേ. ബാബ പറയുന്നത് എല്ലാ പ്രിയതമമാർക്കും ഒരേ ഒരു പ്രിയതമനാണുള്ളത്. സബി ഏക് കോഹി യാദ് കർത്തേ ഹേ. ബാബ പറയുന്നത് എല്ലാവരും ആ ഒരേ ഒരു പ്രിയതമനെയാണ് ഓർമ്മിക്കുന്നത്. വഹ് കിത്ന ശോഭനിക് ഹേ. ആ പ്രിയതമൻ എത്ര സുന്ദരനാണ് എന്ന് ബാബ പറയാം. ആത്മാ ഗോരി ഹേന. അതായത് ബാബ പറയുന്നത് ആത്മാവാണെങ്കിലോ കറുത്തു പോയിരിക്കുകയാണല്ലോ. വഹ് ഹേ എവർ ഗോര. അപ്പം ബാബ പറയുന്നത് ബാബ നോക്കാണെങ്കിലോ ബാബ സദാ വെളുത്തതാണ്, സദാ പാവനമാണ്. തും തോ സാവരെ ബൻ ഗയേ ഹോ തുംകോ വഹ് സാവരെ സെ ഗോര ബനാത്തേ ഹേ. അതായത് നിങ്ങളാണെങ്കിലോ നിങ്ങൾ കറുത്തതായി മാറിയിരിക്കുകയാണ്. നിങ്ങളെ ആ ബാബ വന്നിട്ടാണ് വീണ്ടും വെളുത്തതാക്കി മാറ്റുന്നത്. അതായത് നമ്മൾ തമോ പ്രധാനരായ ആത്മാക്കളെ വീണ്ടും സതോ പ്രധാനമാക്കി മാറ്റുന്നത് ആരാണ്? ബാബയാണ്. കാരണം ബാബ സദാ പ്യുവറാണ്, സദാ സതോ പ്രധാനമാണ് ബാബ. ബാബ ഒരിക്കലും താഴേക്ക് വരുന്നില്ല. യഹ് തും ജാൻതേ ഹോ കി ബാപ്പ് ഹമേം ഗോര ബനാത്തേ ഹേ. അതായത് ബാബ പറയാണ്, ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ നമ്മൾ കുട്ടികളെ വെളുത്തതാക്കി മാറ്റുന്നു. യഹാം ബഹുത്ത് ഹേ ജോ പതാ നഹി കിസ് കിസ് ഖ്യാലാത് മേം ബൈഠേ രഹത്തെ ഹേ. ബാബ പറയാണ്, ഇവിടെ ഒരുപാട് പേരുണ്ട്, അറിയുക പോലുമില്ല അവരേതൊക്കെ ചിന്തകളിലാണ് ഇരിക്കുന്നത്. സ്കൂൾ മേം ഏസാ ഹോത്താ ഹേ ബൈഠേ ബൈഠേ കഹാം ബുദ്ധി ബയോസ്കോപ്പ് തരഫ് ദോസ്തോം ആദി തരഫ് ചലി ജാതി ഹേ. ബാബ പറയാണ്, സ്കൂളിലും ഇങ്ങനെയാണ്, ഇരുന്നിരുന്ന് അവരുടെ ബുദ്ധി എവിടേക്കൊക്കെയാണ് പോവുക? ഈ സിനിമ കഥകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ നേരേക്ക് പോകും, ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ നേരെ ഒക്കെ അവരുടെ ബുദ്ധി പോകുന്നു ബാബ പറയാം. സ്കൂളിലും അങ്ങനെയാണ്. സത്സംഗ് മേം ബി ഏസാ ഹോത്താ ഹേ. സത്സംഗത്തിലും അങ്ങനെ തന്നെയാണ്, അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ബുദ്ധി മറ്റെവിടെയൊക്കെയോ അലയുന്നുണ്ടായിരിക്കും. യഹാം ബി ഏസേ ഹേ ബുദ്ധി മേ നഹി ബൈഠത്താ तो नशा ही नहीं चढ़ता ധാരണ ഹി നഹി ഹോത്തി. അപ്പം ബാബ പറയാണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് ബാബയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ബുദ്ധി അവിടെ ഇവിടെയൊക്കെ അലയുന്നുണ്ടായിരിക്കും. അപ്പോൾ ബാബ പറയുന്ന കാര്യങ്ങളൊന്നും ബുദ്ധിയിലിരിക്കില്ല. അപ്പം ബാബ പറയുന്നത്, അങ്ങനെ ബുദ്ധിയിൽ ഒന്നിരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ലഹരി ഉയരാനാണ്, എങ്ങനെ ധാരണ ഉണ്ടാകാനാണ്?
പിന്നെ നിങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും എന്ന് ബാബ ചോദിക്കാം. ബഹുത്ത് ബച്ചിയാം ആത്തി ഹേ ജിൻകി ദിൽ ഹോത്തി ഹേ സർവീസ് മേം കഹാം ലഗ് ജായേ പരന്തു ചോട്ടെ ചോട്ടെ ബച്ചേ ഹേ. അപ്പോൾ ബാബ പറയുന്നത് ഒരുപാട് പേര് വരുന്നുണ്ട്, അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് സർവീസിൽ എവിടെയെങ്കിലുമൊക്കെ സർവീസിൽ ഇരിക്കണം എന്നുള്ളതൊക്കെ അവർ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് ചെറിയ ചെറിയ കുട്ടികളാണെന്ന് ബാബ പറയാം. ബാബ കഹത്തെ ഹേ ബച്ചോം കോ സംഭാലനെ കെ ലിയേ കോയി മായി കോ രഖ് ദോ. ഇനി അഥവാ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ബാബ പറയാണ്, നിങ്ങൾ ആ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ആയയെ നിർത്തൂ. യഹത്തോ ബഹുത്തോം കാ കല്യാൺ കരേങ്കെ. അപ്പോൾ അവർക്ക് കുറേ പേരുടെ മംഗളം ചെയ്യാൻ സാധിക്കും. ഹോഷിയാർ ഹേ തോ ക്യൂബ് നെഹി റുഹാനി സർവീസ് മേ ലഗ് ജായേ. ഇപ്പൊ സമർത്ഥരായ കുട്ടികളാണെങ്കിൽ എന്തുകൊണ്ട് ഈ ആത്മീയ സേവനത്തിൽ അവർക്ക് മുഴുകിക്കൂടാ എന്ന് ബാബ ചോദിക്കാം. 5-6 ബച്ചോം കോ സംഭാലനെ കെ ലിയേ കോയി മായി കോ രഖ് ദോ. 5-6 കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ നിങ്ങൾ ഒരു ആയയെ നിർത്തൂ. ഇൻ മാതാവോം കി അബ് ബാരി ഹേന നശ ബഹുത്ത് രഹന ചാഹിയെ. അപ്പം ബാബ പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം. അപ്പം മാതാക്കൾ അവർക്ക് നല്ല രീതിയിൽ സേവനം ചെയ്യണമെന്ന ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. പക്ഷെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും അവർക്ക്. അപ്പോൾ അവർക്കത് അവരെ ഇട്ടിട്ട് പോരാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അതാ ബാബ പറയുന്നത്, സമർത്ഥരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും സേവനം ചെയ്യട്ടെ. അവരെ കുട്ടികളെയൊക്കെ നോക്കാൻ ഒരു ആയയെ നിർത്തൂ എന്നൊക്കെ ബാബ പറയാണ്. ബാബ പറയാണ് ആകെ ഹോഗ. അത് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം. ആകെ ഹോഗ പുരുഷ ദേഖേംഗെ കി ഹമാരി സ്ത്രീനെ തോ സന്യാസിയോം കോ ബി ജീത് ലിയാ ഹെ. പുരുഷന്മാരും ഇത് മനസ്സിലാക്കും, ഞങ്ങളുടെ പത്നിമാർ അതായത് സന്യാസിമാരെക്കാളും അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കും. യഹ് മാതായേം ലൗകിക് പാർലൗകിക് കാ നാം ബാലാ കർക്കെ ദിക്കായേങ്കി. ബാബ പറയുന്നത് ഈ മാതാക്കള് ലൗകികവും അതുപോലെ പാരലൗകികവുമായിട്ടുള്ള പേര് പ്രശസ്തമാക്കി കാണിക്കുക തന്നെ ചെയ്യും. അച്ഛാ മീട്ടെ മീട്ടെ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, तुम्हें बुद्धि से सब कुछ बोलना है. ബാബ പറയണം, നിങ്ങൾക്ക് ബുദ്ധിയിൽ നിന്നും എല്ലാം മറക്കണം. जिन बातों में टाइम वेस्ट होता है वह सुनाने की दरकार नहीं है. ബാബ പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണോ സമയം പാഴാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാനും കേൾപ്പിക്കാനും പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് ബാബ പറയാം. സെക്കൻഡ് പോയിന്റ്, पढ़ाई के समय बुद्धि योग एक बाप से लगा रहे, कहाँ भी बुद्धि भटकती नहीं चाहिए. ബാബ പറയുന്നത് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബുദ്ധിയോഗം ഒരേ ഒരു ബാബയിൽ മുഴുകിയിരിക്കണം, അല്ലാതെ ബുദ്ധി അവിടെ ഇവിടെയൊന്നും അലയാൻ പാടില്ല എന്ന് ബാബ പറയാം. നിരാകാർ ബാപ്പ് ഹമേം പഠാ രഹേ ഹേ ഇസ് നശേമേ രഹനാ ഹേ. ബാബ പറയുന്നത് നിരാകാരനായ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ലഹരിയിൽ നിങ്ങൾ ഇരിക്കണം, അല്ലാതെ ഒരിക്കലും ബുദ്ധി അവിടെ ഇവിടെയൊന്നും അലയരുതെന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം പറയാണ്, അപ്നി മഹാനത और महिमा को जानने वाले सर्व आत्माओं में श्रेष्ठ വിശ്വധാര പൂജനീയ ഭവ. അതായത് തൻ്റെ മഹാനത അതുപോലെ മഹിമ ഇതിനെ അറിയുന്നവരായ സർവ ആത്മാക്കളിലും ശ്രേഷ്ഠം വിശ്വത്തിലൂടെ പൂജനീയരായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. ബാബ ഇതിന് എക്സ്പ്ലനേഷൻ പറയുന്നത്, हरेक ब्राह्मण बच्चा वर्तमान समय विश्व की सर्व आत्माओं में श्रेष्ठ है और भविष्य में विश्वधारा पूजनीय है.
അതായത് ബാബ പറയുന്നത് ഓരോ ബ്രാഹ്മണ കുട്ടികളും ഈ വർത്തമാന സമയത്ത് വിശ്വത്തിലെ സർവ ആത്മാക്കളിലും വെച്ചിട്ട് ശ്രേഷ്ഠമാണ്. അതുപോലെ ഭാവിയിൽ വിശ്വത്തിലെ പൂജനീയരുമാണ്. നമ്പർവാർ ഹോത്തെ ഹുയെ ബി ലാസ്റ്റ് നമ്പർ കാ മൺ കാ ബി വിശ്വക്കെ ആകെ മഹാൻ ഹെ. ബാബ പറയുന്നത് നിങ്ങൾ നമ്പർവാർ ആണ്. നമ്പർവാർ ആയിരുന്നിട്ട് കൂടി ലാസ്റ്റ് നമ്പറിലുള്ള മുത്ത് പോലും വിശ്വത്തിൻ്റെ മുന്നിൽ മഹാനാണ്. आज तक भक्त आत्माएं लास्ट नंबर के मणके को भी आंखों पर रखती है क्योंकि सभी बच्चे बाप दादा के नयनों के तारे है നൂർ രത്ന ഹേ. അപ്പം ബാബ പറയുന്നത് നമ്പർ 1 ആയിരുന്നാലും ലാസ്റ്റ് നമ്പറിലെ മുത്ത് പോലും വിശ്വത്തിൻ്റെ മുന്നിൽ മഹാനാണ്. ഇന്നും നോക്കുകയാണെങ്കിൽ ഭക്ത ആത്മാക്കള് ലാസ്റ്റ് നമ്പറിൽ വരുന്ന മണിയെ പോലും അവർ കണ്ണുകളിൽ വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാ കുട്ടികളും ബാപ്പ് ദാദയുടെ കണ്ണിലെ നക്ഷത്രമാണ്, പ്രകാശരത്നമാണ്. അപ്പം അതുകൊണ്ട് അവസാനം വരുന്ന മുത്തിന് പോലും അത്രയ്ക്ക് മഹിമയുണ്ട്. കാരണം എന്താണ്? ബാബയുടെ മക്കളാണ് അല്ലേ. ജിസ്നെ ഏക് ബാർ ബി മനസേ सच्चे दिल से अपने को बाप का बच्चा निश्चय किया, डायरेक्ट बाप का बच्चा बना, उसे महान व पूजनीय बनने की लॉटरी व वरदान मिल ही जाता है. അപ്പോൾ ബാബ പറയുന്നത് ആരാണോ ഒരു പ്രാവശ്യമെങ്കിലും ഹൃദയത്തിൽ നിന്ന് സത്യമായ ഹൃദയത്തോടെ അതായത് സ്വയത്തെ ഞാൻ ബാബയുടെ കുട്ടിയാണ് എന്ന നിശ്ചയം ചെയ്തത്, അത് സത്യമായ ഹൃദയത്തോടെ ഞാൻ ബാബയുടെ കുട്ടിയാണ് എന്ന നിശ്ചയം ചെയ്തത്, ഡയറക്റ്റ് ബാബയുടെ കുട്ടിയായി മാറിയത്, അവർക്ക് ബാബ പറയാണ് മഹാൻ അഥവാ പൂജനീയ, മഹാനായി അല്ലെങ്കിൽ പൂജനീയരായിട്ട് മാറുന്നതിനുള്ള ലോട്ടറി അല്ലെങ്കിൽ വരദാനം തീർച്ചയായിട്ടും കിട്ടിയിരിക്കുന്ന ബാബ പറയാം. അതായത് ആരാണോ ഒരു പ്രാവശ്യമെങ്കിലും ഹൃദയത്തോടെ സത്യമായ ഹൃദയത്തോടെ ഞാൻ ബാബയുടെ കുട്ടിയാണെന്ന് നിശ്ചയം ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ബാബയുടെ കുട്ടിയായിട്ട് മാറിയ കുട്ടികൾക്കാണ് എങ്ങനെയുള്ള വരദാനം ലഭിക്കുന്നത്? മഹാൻ അല്ലെങ്കിൽ പൂജനീയ, അങ്ങനെയായിട്ട് മാറുന്നതിനുള്ള ലോട്ടറി അവർക്ക് ലഭിക്കും, അഥവാ വരദാനം അവർക്ക് ലഭിക്കുമെന്ന് ബാബ പറയാം. സ്ലോഗൻ स्थिति सदा गजनाओं से संपन्न और संतुष्ट रहे तो परिस्थितियां बदल जाएगी. ബാബ പറയുന്നത് നമ്മളുടെ സ്ഥിതി സദാ ഗജനാക്കളാൽ സമ്പന്നമായി സന്തുഷ്ടമാക്കി വയ്ക്കൂ. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് പരിതസ്ഥിതികളെല്ലാം പരിവർത്തനപ്പെടും. അപ്പം നമ്മൾ സദാ ഗജനാക്കളാൽ അല്ലെ, ബാബ തരുന്ന ഗജനാവ് ഏതൊക്കെയാണ്? ഗുണങ്ങളുടെ, ശക്തികളുടെ, വരദാനങ്ങളുടെ അല്ലെ, സമയം, ശ്വാസം, സങ്കല്പം, അങ്ങനെ ഒരുപാടുണ്ട് ബാബ തരുന്ന ഗജനാക്കൾ. സദാ നമ്മൾ ഈ ഗജനാക്കളാൽ സമ്പന്നമായി സന്തുഷ്ടമായിരിക്കാനാണ് ബാബ പറയുന്നത്. അപ്പം നമ്മുടെ സ്ഥിതി എങ്ങനെയായിരിക്കണം? സദാ സമ്പന്നായിരിക്കണം, സന്തുഷ്ടമായിരിക്കണം നമ്മുടെ സ്ഥിതി. അപ്പോഴാണ് പരിതസ്ഥിതികൾ എന്തൊക്കെ വന്നാലും അത് പരിവർത്തനപ്പെടുക. ഇനി ബാബ അവ്യക്ത ഇഷാര പറയാണ്, അശരീരി വ വിദേഹി സ്ഥിതി കാ അഭ്യാസ് ബഡാവോ. അതായത് അശരീരി അഥവാ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ബാപ് ദാദാ അചാനക് ഡയറക്ഷൻ ദേ കി ഇസ് ശരീർ രൂപി ഘർ കോ ചോട് ദേഹ് അഭിമാൻ की സ്ഥിതി को छोड़ ദേഹി അഭിമാനി ബൻ ജാവോ. ബാപ്ദാദ പെട്ടെന്ന് ഡയറക്ഷൻ തരും. ഈ ശരീരരൂപിയാകുന്ന ഈ വീടിനെ നിങ്ങൾ ഉപേക്ഷിക്കൂ, ദേഹ അഭിമാനത്തിൻ്റെ സ്ഥിതിയെയും നിങ്ങൾ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായി മാറൂ. ഇസ് ദുനിയാ സെ പരെ അപ്പനെ സ്വീറ്റ് ഹോം മേം ചലേ ജാവോ തോ ജാ സക്തേ ഹോ. അതായത് പെട്ടെന്നാണ് ബാബ ഡയറക്ഷൻ തരാം. ഈ ദുനിയ ഈ ലോകത്തിന് ഉപരിയായി നിങ്ങളുടെ സ്വീറ്റ് സൈലൻസ് ഹോം ഉണ്ടല്ലോ, അവിടേക്ക് പോകൂ എന്ന് പെട്ടെന്നൊരു ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പോകാൻ കഴിയുമോ എന്ന് ബാബ ചോദിക്കാം.
യുദ്ധ സ്ഥൽ മേം യുദ്ധ കർത്തേ കർത്തേ സമയത്തോ നഹി ബിത്താ ദേങ്കെ. അതായത് നിങ്ങൾ യുദ്ധസ്ഥലത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തോ? അശരീരി ബന്നേ മേം അഗർ യുദ്ധ കർണേ മേം ഹി സമയ ലഗാ ഗയാ തോ അന്തിം പേപ്പർ മേം മാർക്സ് വ ഡിവിഷൻ കോൺസാ ആയേഗാ. ബാബ പറയുന്നത് അശരീരിയായിട്ട് മാറുമ്പോൾ ആ സമയത്ത് നിങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, അതായത് അശരീരിയായിട്ട് മാറേണ്ട സമയമാണ്, ആ സമയത്ത് യുദ്ധം ചെയ്ത് നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ബാബ പറയുന്നത് അന്തിമ പരീക്ഷയിൽ നിങ്ങളുടെ മാർക്ക് എന്താകും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിവിഷനിൽ വരും. അപ്പോൾ അശരീരത്ത് യുദ്ധം ചെയ്യാൻ നിൽക്കുക, മായയോട് യുദ്ധ പേപ്പറിൽ എന്ത് മാർക്ക് കിട്ടും, ഏത് ഡിവിഷനിൽ നിങ്ങൾ വരും എന്ന് ബാബ ചോദിക്കുക. അപ്പം നമ്മൾ സെക്കൻഡിൽ നമുക്ക് അശരീരിയായിട്ട് മാറാനുള്ള അഭ്യാസം ചെയ്യണം. അതുപോലെ സദാ നമ്മൾ ഖജനാക്കളാൽ സമ്പന്നമായും സന്തുഷ്ടമായിട്ടും ഇരിക്കണം. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം. ഓം ശാന്തി.